ആഗോള എണ്ണ വിപണിയെയും പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക്കിൽ നിന്ന് UAE ഔദ്യോഗികമായി പിന്മാറി. പതിറ്റാണ്ടുകളായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ തുടർന്നിരുന്ന എണ്ണ ഉൽപാദന നിയന്ത്രണങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി സ്വന്തം നിലയിൽ എണ്ണ വിപണനം നടത്താനാണ് UAEയുടെ തീരുമാനം. ഈ അപ്രതീക്ഷിത നീക്കം ആഗോള എണ്ണ വിലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒപെക്കിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതിന് പിന്നിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ നിരവധി കാരണങ്ങളുണ്ട്. 1960-ൽ രൂപീകൃതമായ ഈ സംഘടനയിൽ സൗദി അറേബ്യ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്വാധീനമുള്ള രാജ്യങ്ങളിൽ ഒന്നായിരുന്നു UAE. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എണ്ണ ഉൽപാദക പരിധി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയുമായി UAEക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. തങ്ങളുടെ എണ്ണ ഉൽപാദന ശേഷി വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടും ഒപെക് നിശ്ചയിച്ച കർശനമായ നിയന്ത്രണങ്ങൾ കാരണം ആ ശേഷി പൂർണ്ണമായും വിനിയോഗിക്കാൻ UAEക്ക് സാധിച്ചിരുന്നില്ല. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു എന്ന തിരിച്ചറിവാണ് സ്വന്തം നിലയിൽ എണ്ണ വിപണനം നടത്താൻ അവരെ പ്രേരിപ്പിച്ചത്. കൂടാതെ കേവലം എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന സാമ്പത്തിക നയത്തിൽ നിന്ന് UAE ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം ഭാവിയിൽ ഹരിത ഊർജത്തിലേക്ക് പൂർണ്ണമായി മാറുന്നതിന് മുൻപ് തങ്ങളുടെ പക്കലുള്ള ക്രൂഡ് ഓയിൽ വിഭവങ്ങൾ പരമാവധി വിറ്റഴിച്ച് വലിയ തോതിൽ മൂലധനം സമാഹരിക്കാനാണ് അബുദാബി ലക്ഷ്യമിടുന്നത്. ഈ പണം ഭാവിയിലേക്കുള്ള മറ്റ് മേഖലകളിലെ നിക്ഷേപങ്ങൾക്കായി ഉപയോഗിക്കാനാണ് അവരുടെ തന്ത്രം. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തിനായുള്ള സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള മത്സരവും ഈ സുപ്രധാന തീരുമാനത്തിന് പിന്നിലെ ഒരു നിർണായക ഘടകമായി നിരീക്ഷകർ വിലയിരുത്തുന്നു. UAEയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കേവലം നയതന്ത്ര തലത്തിൽ നിന്ന് മാറി അതീവ തന്ത്രപ്രധാനമായ ഒരു സൈനിക സഖ്യമായി അതിവേഗം വളരുകയാണ് എന്ന യാഥാർത്ഥ്യം ഈ പുതിയ സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ തങ്ങളുടെ സുരക്ഷാ കവചം ശക്തമാക്കാൻ ഇസ്രായേലിന്റെ നേരിട്ടുള്ള സൈനിക സഹായം തേടാൻ UAE തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ചരിത്രത്തിൽ ആദ്യമായി ഒരു അറബ് രാജ്യത്തിന്റെ മണ്ണിൽ ഇസ്രായേൽ സൈനികർ നേരിട്ടെത്തി പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു എന്ന വിസ്മയിപ്പിക്കുന്ന മാറ്റത്തിനാണ് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുന്നത്. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ ലോക പ്രശസ്തമായ അയൺ ടോം മിസൈൽ പ്രതിരോധ ബാറ്ററി ഇസ്രായേൽ UAEയിൽ വിന്യസിച്ചു കഴിഞ്ഞു. കൂടാതെ 2022-ലെ ഹൂതി ആക്രമണ സമയത്ത് നൽകിയ ബരാഗ് 8 പ്രതിരോധ സംവിധാനം കൂടുതൽ വിപുലീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എബ്രഹാം അക്കോർഡ്സ് വഴി ആരംഭിച്ച ഈ ബന്ധം മേഖലയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുമ്പോൾ UAEയുടെ സുരക്ഷയിൽ ഇസ്രായേലിനെ ഒരു നിർണായക പങ്കാളിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇസ്രായേലുമായുള്ള ഈ സൈനിക സഹകരണം അറബ് ലോകത്തെ പഴയകാല സമവാക്യങ്ങളെ പൂർണ്ണമായും തിരുത്തിക്കുറിച്ചുകൊണ്ട് പുതിയൊരു പ്രതിരോധ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നു. UAEയുടെ ഈ നിർണായകമായ പിന്മാറ്റം ആഗോള എണ്ണ വിപണിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപെക്കിന്റെ കർശനമായ നിയന്ത്രണങ്ങളിൽ നിന്ന് മോചിതനായി UAE സ്വന്തം നിലയിൽ എണ്ണ വിപണിയിലേക്ക് എത്തിക്കുന്നതോടെ വിതരണത്തിൽ വലിയ വർധനവ് ഉണ്ടാവുകയും ഇത് സ്വാഭാവികമായും ആഗോളതലത്തിൽ എണ്ണവില ഗണ്യമായി കുറയാൻ കാരണമാവുകയും ചെയ്യും. ഈ വിലക്കുറവ് ഇന്ത്യയെ പോലുള്ള വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി വലിയ ആശ്വാസം പകരുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ പതിറ്റാണ്ടുകളായി വിപണി നിയന്ത്രിച്ചിരുന്ന ഒപെക്കിന്റെയും റഷ്യ ഉൾപ്പെടുന്ന ഒപെക് പ്ലസ് സഖ്യത്തിന്റെയും കരുത്ത് ഈ നീക്കത്തോടെ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. വിപണിയിൽ വില നിശ്ചയിക്കാനുള്ള സൗദിയുടെയും റഷ്യയുടെയും മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. UAEയുടെ ഈ സ്വതന്ത്ര നീക്കത്തെ പ്രതിരോധിക്കാൻ സൗദി അറേബ്യയും തങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാകുന്നതോടെ വിപണിയിൽ ഒരു പ്രൈസ് വാർ അഥവാ വിലയുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ചുരുക്കത്തിൽ UAEയുടെ തീരുമാനം വിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്കിടയിൽ കടുത്ത മത്സരത്തിന് വഴിവെക്കുകയും ചെയ്യും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും മാറുന്ന ഊർജ്ജ ആവശ്യങ്ങളെയും മുൻനിർത്തി UAE തങ്ങളുടെ എണ്ണ കയറ്റുമതിക്കായി പുതിയ പാതകൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ ഭീഷണി നിലനിൽക്കുന്ന ഹോർമുസ് കടലിടുക്കിനെ ആശ്രയിക്കാതെ എണ്ണ പുറത്തെത്തിക്കാനുള്ള ബദൽ പൈപ്പ് ലൈൻ പദ്ധതികളാണ്. അബുദാബിയിലെ എണ്ണപ്പാടങ്ങളിൽ നിന്ന് ഒമാൻ കടലിടുക്കിന് അഭിമുഖമായുള്ള ഫുജൈറ തുറമുഖത്തേക്ക് നേരിട്ട് എണ്ണ എത്തിക്കുന്നതിലൂടെ മേഖലയിൽ ഉണ്ടാകാനിടയുള്ള യുദ്ധ സാഹചര്യങ്ങളെയും തടസ്സങ്ങളെയും അതിജീവിക്കാൻ UAEക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഭാവിയിലെ ഊർജ്ജ വിപണിയെക്കുറിച്ചുള്ള കൃത്യമായ മുൻകൂട്ടി കാണലും ഈ നീക്കത്തിന് പിന്നിലുണ്ട്. ചൈന ഉൾപ്പെടെയുള്ള പ്രമുഖ രാജ്യങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും
സോളാർ എനർജി പോലുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്കും അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ എണ്ണയോടുള്ള പ്രിയം കുറയുന്ന ഒരു കാലം വിദൂരമല്ലെന്നിരിക്കെ എണ്ണയുടെ മൂല്യം ഇടിയുന്നതിന് മുൻപ് തങ്ങളുടെ കൈവശമുള്ള ക്രൂഡ് ഓയിൽ വിഭവങ്ങൾ പരമാവധി വിറ്റഴിച്ച് വലിയ തോതിൽ ലാഭമുണ്ടാക്കുക എന്ന പ്രായോഗികമായ സാമ്പത്തിക ബുദ്ധിയാണ് UAE ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ഈ തന്ത്രത്തിലൂടെ തങ്ങളുടെ എണ്ണ വിഭവങ്ങൾ അപ്രസക്തമാകുന്നതിന് മുൻപ് അവയെ വലിയ നിക്ഷേപങ്ങളാക്കി മാറ്റാനാണ് അബുദാബി ലക്ഷ്യമിടുന്നത്. UAEയുടെ ഈ നീക്കം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഒരു വൻ ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സൗദിയുമായുള്ള അകൽച്ചയും ഇസ്രായേലുമായുള്ള അടുത്ത ബന്ധവും ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ പഴയ സമവാക്യങ്ങൾ മാറ്റിയെഴുതുന്നു. എണ്ണ വിപണിയിൽ ഒരു സ്വതന്ത്ര ശക്തിയായി മാറുന്നതോടെ UAEയുടെ ആഗോള പ്രാധാന്യം വർദ്ധിക്കുമെങ്കിലും മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്.